ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന മുഹൂർത്തങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാനത് പിന്നെയും പറയുന്നില്ല. അപ്പോൾ ശ്രുതിക്ക് അശ്വിൻ്റെ കയ്യിൽ നിന്നൊരു ഉമ്മയൊക്കെ കിട്ടിയിട്ട് ശ്രുതി അങ്ങനെ ഓടിപ്പോകുന്ന സീനൊക്കെയാണ് കാണിച്ചത്. പിന്നെ ശ്രുതി വീട്ടിലെത്തുമ്പോൾ ശ്രുതി ഒരു പരിസരബോധം ഇല്ലാതെ ആണ് പെരുമാറുന്നത്. അവൾ അതും ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പ്രീതി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഒരു വിഷമവുമില്ല, ഞാൻ 2 ദിവസം നാളെ കഴിഞ്ഞ് ഞാൻ പോകും കല്യാണം കഴിഞ്ഞിട്ട്, നിനക്കൊരു വിഷമവുമില്ല എന്നെ പിരിയുന്നതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി ശ്രുതിയോട് തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയും, അങ്ങനെയൊന്നും അല്ല ചേച്ചി, എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയാണ് പിന്നെ പ്രീതിക്ക് ഭക്ഷണമൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നത്. അതൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുക എനിക്കല്ലേ, ഞാൻ ഓരോ കാര്യങ്ങളും അങ്ങനെ ആലോചിച്ച് നിന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ശ്രുതി അശ്വിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ കയ്യിൽ, അമ്മയും കൂടി ശ്രുതിയുടെ കയ്യിൽ ആകാശിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അശ്വിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ശ്രുതി കാണുന്നത് അവിടെ മഞ്ഞ കല്യാണം നടക്കുകയാണ്, ഹൽദി പോലെ. അപ്പോൾ അത് നടക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ മുഖത്ത് എല്ലാവരും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കണം, മഞ്ഞളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ട് അവരൊരു ഫംഗ്ഷൻ പോലെ നടത്തുകയാണ്. അപ്പോൾ അശ്വിൻ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ അഞ്ജലി പോയിട്ട് അശ്വിൻ്റെ മുഖത്തും മഞ്ഞൾ തേക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി വരുമ്പോൾ കാണുന്നത് ആദ്യം അശ്വിനെയാണ്. അപ്പോൾ അശ്വിനെ കാണുമ്പോൾ ഈ മഞ്ഞളൊക്കെ ആയിട്ട് മുഖം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ചിരി വരും. അപ്പോൾ ശ്രുതി അശ്വിൻ്റെ നേരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ശ്രുതിയാണെന്ന് വെച്ചാൽ അശ്വിനെ കാണുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്, കളിയൊക്കെ ചിരിക്കുന്ന പോലെ ചിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു, എൻ്റെ സ്ഥാനത്ത് നീയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചിരിക്കില്ല എന്ന്, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ചിരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. നീ ചിരിക്കൊന്നും വേണ്ട അധികം, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് തന്ന ഉമ്മ നീ എനിക്ക് തിരിച്ചു തന്നാലെയാണ് ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി മിണ്ടാതെ, എനിക്കതിനൊന്നും പറ്റില്ല അതുകൊണ്ട് ശ്രുതി തിരിയാണ്. അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ ഷാള് പിടിച്ച് വലിച്ചിട്ട് ആ ഷോള് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്താ സർ കാണിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അശ്വിൻ പറയും, നീ കളിയാക്കി ചിരിച്ചില്ല, അതുകൊണ്ട് നിൻ്റെ ഷോൾ കൊണ്ട് തന്നെ ഞാൻ ഈ മഞ്ഞൾ തുടയ്ക്കുമ്പോട്ട് അവൻ ആ മഞ്ഞൾ അവൻ്റെ ഷോൾ കൊണ്ട് തുടയ്ക്കുമ്പോൾ അവൾ ഈ ഷോള് പിടിച്ച് വലിച്ചിട്ട് എന്താ സർ കാണിക്കുന്നത് പറഞ്ഞിട്ട് അവൾ വേഗം റൂമിലേക്ക് പോകുമ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ഷാള് പിന്നെ ആരും പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് ശ്യാമാണ്. അപ്പോൾ ഈ അശ്വിൻ തുടച്ച് കഴിഞ്ഞപ്പോൾ ആ ഷാളിലും മഞ്ഞളായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മഞ്ഞൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്യാം ഇവളെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. മഞ്ഞൾ തുടയ്ക്കാൻ വേണ്ടി ഒരു ടവലുമായിട്ട് ശ്യാം മഞ്ഞൾ തുടയ്ക്കുകയാണ് ഷാള് പിടിച്ച് വെച്ചിട്ട്. അപ്പോൾ ശ്രുതി നന്നായിട്ട് ദേഷ്യപ്പെടുന്ന സീനൊക്കെയാണ് നാളത്തേൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. താങ്ക്